IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ആ 14 ദിവസത്തെ കാത്തിരിപ്പാണ്. ഓരോ വട്ടം ആഹാരം കഴിക്കുമ്പോഴും ഉള്ളിലൊരു പേടിയാണ്. ഇത് കഴിച്ചാൽ കുഞ്ഞിന് വല്ലതും സംഭവിക്കുമോ? ഇത് ചൂടാണോ? ഇത് ഗർഭം അലസിപ്പിക്കുമോ? ഈ സമയത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവമായ മീൻ കഴിക്കാമോ എന്ന കാര്യത്തിൽ വലിയൊരു തർക്കം തന്നെ നടക്കുന്നുണ്ട്. പലരും പറയും മീൻ കഴിക്കരുത്, അത് ചൂടാണ് എന്ന്. എന്നാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മീൻ ഒഴിവാക്കുന്നത് വഴി നിങ്ങളുടെ കുഞ്ഞിന് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളർച്ചാ ഘടകമാണ് ഇല്ലാതാക്കുന്നത്. അതെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് IVF ട്രാൻസ്ഫറിന് ശേഷവും പ്രഗ്നൻസിയിലും മീൻ കഴിക്കാമോ, ഏതൊക്കെ മീനുകൾ സേഫായിട്ട് നിങ്ങൾക്ക് കഴിക്കാം, എന്തൊക്കെ മീനുകളാണ് കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം, ഒരു വലിയ ട്വിസ്റ്റ് തന്നെ ഇതിലുണ്ട്. IVF ട്രാൻസ്ഫറിന് ശേഷവും പ്രഗ്നൻസിയിലും മീൻ കഴിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 വലിയ അപകടങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുഞ്ഞിനെ ജീനിയസ് ആക്കാൻ സഹായിക്കുന്ന മത്സ്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ തെറ്റ് മതി എല്ലാം നഷ്ടപ്പെടാൻ. വീഡിയോയുടെ അവസാനം പറയാൻ പോകുന്ന ഒരു സീക്രട്ട് ടിപ്പ് കൂടിയുണ്ട്. ഒരു പക്ഷേ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. ആദ്യം തന്നെ നമുക്ക് ആ പേടി അങ്ങ് മാറ്റാം. IVF ട്രാൻസ്ഫറിന് ശേഷം മീൻ കഴിക്കുന്നത് സുരക്ഷിതമാണോ? തീർച്ചയായിട്ടും അതെ. എന്ന് മാത്രമല്ല, ഇത് കഴിക്കുന്നത് വളരെ നല്ലതുമാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേയുള്ള ഒരു പേടിയാണ് മീൻ ചൂടാണെന്ന്. എന്നാൽ സയൻസ് പറയുന്നത് മറ്റൊന്നാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ 60% കൊഴുപ്പാണ്. ഇതിനാവശ്യമായ DHA, omega-3 ഫാറ്റി ആസിഡ്സ് എന്നിവയുടെ കലവറയാണ് മീൻ. മീൻ കഴിക്കുന്നത് വഴി കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും കണ്ണിന്റെ കാഴ്ചശക്തിക്കും ഒരുപാട് ഗുണം ചെയ്യും. ഗർഭകാലത്ത് അമ്മമാർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഡിപ്രഷൻ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. പക്ഷെ ഇവിടെയാണ് വലിയൊരു പ്രശ്നം ഇരിക്കുന്നത്. എല്ലാ മീനുകളും ഗർഭകാലത്ത് നല്ലതല്ല. ചില മീനുകൾ നിങ്ങളുടെ കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മീൻ തെറ്റാണെങ്കിൽ ഗുണത്തിന് പകരം നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് മെർക്കുറി എന്ന വിഷാംശമായിരിക്കും. ഇത് അമ്മയേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ഗർഭപാത്രത്തിലെ കുഞ്ഞിനെയാണ്. ഇത് കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തെ തളർത്താൻ വരെ കാരണമാകും. അപ്പോൾ ഏതൊക്കെ മീനുകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്? കടലിൽ നിന്ന് നേരിട്ട് പിടിച്ച ഫ്രഷ് മീനാണെന്ന് കരുതി നിങ്ങൾ വാങ്ങുന്ന ആ വലിയ മീൻ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞിന്റെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു സ്ലോ പോയിസൺ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മുടെ ഈ കഥയിലെ വില്ലൻ മെർക്കുറിയാണ്. കടലിലെ മലിനീകരണം കാരണം മീനുകളുടെ ശരീരത്തിൽ മെർക്കുറി എത്തുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയൊരു കാര്യം ഇരിക്കുന്നത്. മീൻ എത്രത്തോളം വലുതാകുന്നോ അത്രത്തോളം കൂടുതൽ മെർക്കുറി അതിൻ്റെ ശരീരത്തിലുണ്ടാകും. കാരണം വലിയ മീനുകൾ ആയിരക്കണക്കിന് ചെറിയ മീനുകളെയാണ് ഭക്ഷണമാക്കുന്നത്. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴും ഈ ഉയർന്ന അളവിലുള്ള മെർക്കുറി നിങ്ങളുടെ രക്തത്തിലൂടെ കുഞ്ഞിലെത്തിയാൽ അത് കുഞ്ഞിൻ്റെ IQ കുറയ്ക്കാനും സംസാരിക്കാനുള്ള വൈകല്യത്തിനും കാരണമായേക്കാം. അതുകൊണ്ട് ഫ്രഷ് ആണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, മീനിൻ്റെ വലുപ്പവും ഇനവും നോക്കണം. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഏറ്റവും വലിയ മീൻ നോക്കി വാങ്ങുന്നവരാണ്. വലിയ മീനായാൽ നല്ല നെയ്യുണ്ടാകും, നല്ല രുചിയുണ്ടാകും എന്ന് നമ്മൾ കരുതും. പക്ഷേ ഗർഭകാലത്തും പ്രത്യേകിച്ച് ഒരു IVF ട്രാൻസ്ഫറിന് ശേഷവും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണിത്. എന്തുകൊണ്ട്? മീൻ വലുതാകും തോറും അതിലെ വിഷാംശവും കൂടും. ഈ വില്ലന്മാർ ഏതൊക്കെയാണെന്ന് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് സ്രാവ്. ഇതിൽ മെർക്കുറി അതിഭീകരമായ അളവിലുണ്ട്. കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തെ ഇത് നേരിട്ട് തന്നെ ബാധിക്കും. നെക്സ്റ്റ് ആണ് വാള. പലപ്പോഴും നമ്മൾ അറിയാതെ കഴിച്ചു പോകുന്ന ഒന്നാണിത്. ഇത് തീർത്തും ഒഴിവാക്കുക. നെക്സ്റ്റ് ആണ് കിങ് മാക്രൽ, വലിയ നെയ്മീൻ. നമ്മുടെ നാട്ടിലെ ചെറിയ അയല സുരക്ഷിതമാണ്. എന്നാൽ അതിൻ്റെ വംശത്തിൽപ്പെട്ട കിങ് മാക്രൽ എന്ന വലിയ നെയ്മീൻ അപകടകാരിയാണ്. നെക്സ്റ്റ് ആണ് മാർലിൻ. കടലിലെ വേഗക്കാരനായ ഈ മീൻ മെർക്കുറിയുടെ കലവറയാണ്. നെക്സ്റ്റ് ആണ് ടൈൽ ഫിഷ്. ഗർഭിണികൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത മീനാണിത്. നെക്സ്റ്റ് ആണ് ബിഗ് ഐ ട്യൂണ, അതായത് വലിയ ചൂര. സാധാരണ ചൂരയല്ല, വളരെ വലിപ്പമുള്ള ചൂര ഇനങ്ങളിൽ മെർക്കുറി കൂടുതലാണ്. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഒരിക്കൽ ഈ മീനുകളൊക്കെ കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന്. ഒറ്റത്തവണ കഴിച്ചാൽ ഉടനെ അപകടം സംഭവിക്കില്ലെങ്കിലും മെർക്കുറി ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് പ്ലാസന്റ വഴി കുഞ്ഞിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഈ ഒരു സമയത്ത് നല്ലത്. ഇനി നമുക്ക് പേടിയില്ലാതെ കഴിക്കാവുന്ന നമ്മുടെ സൂപ്പർ ഫുഡ്സ് കാറ്റഗറിയിൽ പെടുന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവ നിങ്ങളുടെ കുഞ്ഞിന്റെ IQ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതിൽ ആദ്യത്തേതാണ് മത്തി, ചാള എന്ന മീനുകൾ. ഗർഭകാലത്തെ രാജാവാണിത്. ഇതിൽ omega-3 മാത്രമല്ല, കുഞ്ഞിന്റെ എല്ലിനാവശ്യമായ കാൽഷ്യവും വൈറ്റമിൻ Dയും സുലഭമാണ്.
അടുത്തതാണ് നെത്തോലി, ചൂട എന്നിവയൊക്കെ. വലിപ്പം കുറവാണെങ്കിലും ഗുണം അപാരമാണ്. തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ഇത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നെക്സ്റ്റ് ആണ് അയല. ചെറിയ അയലകൾ തികച്ചും സുരക്ഷിതമാണ്. നെക്സ്റ്റ് ആണ് ആവോലി. വെള്ളയായാലും കറുപ്പായാലും ആവോലി ഗർഭിണികൾക്ക് നല്ലൊരു പ്രോട്ടീൻ സ്രോതസ്സാണ്. നെക്സ്റ്റ് ആണ് കരിമീൻ. കായലിലെ ഈ പ്രിയപ്പെട്ടവൻ സുരക്ഷിതമാണ്. നെക്സ്റ്റ് ആണ് പുഴമീനുകൾ. വരാൽ, മാൻഡ്രിക്, പരൽ തുടങ്ങിയ നാടൻ പുഴമീനുകൾ വൃത്തിയുള്ള വെള്ളത്തിൽ നിന്നുള്ളതാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം, പക്ഷേ വൃത്തി പ്രധാനമാണ്. നെക്സ്റ്റ് ആണ് ചെമ്മീൻ. നന്നായി ക്ലീൻ ചെയ്ത ചെമ്മീൻ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നത് ദോഷകരമല്ല. നെക്സ്റ്റ് ആണ് കൂന്തൽ. കൊളസ്ട്രോൾ കൂടുതലുള്ളവർ ശ്രദ്ധിക്കണം, എന്നല്ലാതെ ഗർഭകാലത്ത് ഇത് കഴിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് മത്തി കഴിച്ചാൽ കുഞ്ഞിന് കറുപ്പ് നിറം ഉണ്ടാകുമെന്ന്? നമ്മളോട് സ്ഥിരമായിട്ട് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് കേട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു പച്ചക്കള്ളമാണ്. കുഞ്ഞിൻ്റെ നിറം തീരുമാനിക്കുന്നത് മാതാപിതാക്കളുടെ ജീനുകളാണ്, മത്തിയല്ല. മത്തി കഴിക്കുന്നത് കുഞ്ഞിന്റെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് താനും. ഉണക്കമീൻ കഴിക്കാമോ എന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. ഉണക്കമീനിൽ അമിതമായ അളവിൽ ഉപ്പുണ്ടാകും. ഇത് BP കൂട്ടാൻ കാരണമാകും. കൂടാതെ പലപ്പോഴും ഉണക്കമീൻ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉണക്കുന്നത്. അതുകൊണ്ട് പ്രഗ്നൻസിയിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്നവരും ഉണക്കമീൻ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്ത ഒരു ഡൗട്ടാണ് വളർത്തു മീനുകൾ സുരക്ഷിതമാണോ എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ടിലാപ്പിയ അഥവാ ജിലേബി മീൻ കഴിക്കാം, പക്ഷെ അവയ്ക്ക് നൽകുന്ന തീറ്റയിൽ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. വിശ്വസിക്കാവുന്ന സ്ഥലത്ത് നിന്ന് മാത്രം വാങ്ങുക. മീനുകൾ സേഫ് ആയിട്ട് എത്ര അളവിൽ കഴിക്കാം? ആഴ്ചയിൽ ഏകദേശം 250 മുതൽ 340 ഗ്രാം വരെ മീൻ കഴിക്കാം. അതായത് ഒരു ദിവസം ഒന്നല്ലെങ്കിൽ 2 കഷ്ണം മീൻ ആഴ്ചയിൽ 3 തവണ വരെ. ഇനിയും മെയിൻ ആയിട്ട് വരുന്ന വേറൊരു ഡൗട്ടാണ് IVF കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ മീൻ കഴിക്കാമോ എന്നുള്ളത്. ട്രാൻസ്ഫർ കഴിഞ്ഞ് ആദ്യം 3-4 ദിവസങ്ങളിൽ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാത്ത ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം മിതമായ അളവിൽ മീൻകറി കഴിച്ചു തുടങ്ങാവുന്നതാണ്. നിങ്ങൾ നല്ല മീൻ വാങ്ങി, പക്ഷേ അത് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ച് കഴിച്ചാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. എണ്ണയിൽ വറുക്കുമ്പോൾ omega-3 നശിക്കുന്നു. ഗർഭകാലത്ത് നെഞ്ചരിച്ചിൽ ഉണ്ടാകാൻ ഇത് കാരണമാകും. നിങ്ങൾ നല്ല മീൻ വാങ്ങി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നിങ്ങളുടെ പ്ലേറ്റിലെത്തുമ്പോൾ കുഞ്ഞിന് അമൃതമാണോ അതോ വിഷമാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അടുക്കളയാണ്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. നിങ്ങൾ നല്ല ഫ്രഷ് മീൻ ആണെന്ന് കരുതി വാങ്ങുന്നത് പലപ്പോഴും കേടാകാതിരിക്കാൻ ഫോർമാലിൻ അല്ലെങ്കിൽ അമോണിയ ചേർത്തതാകാം. IVF കഴിഞ്ഞവർക്ക് ഈ രാസവസ്തുക്കൾ അതീവ അപകടമാണ്. മീൻ വാങ്ങിയാൽ അത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് വെള്ളത്തിൽ 15 മിനിറ്റ് മുക്കി വയ്ക്കുക. ഇത് രാസവസ്തുക്കളെ ഒരു പരിധിവരെ നീക്കം ചെയ്യാൻ സഹായിക്കും. ഇനിയും മീനിൻ്റെ തലയിൽ മെർക്കുറി അടിഞ്ഞുകൂടാൻ സാധ്യത കൂടുതലാണ്. ഗർഭകാലത്ത് തല ഒഴിവാക്കി ഉടൽ ഭാഗം മാത്രം കഴിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. പാകം ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും നിർബന്ധമായും ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണ്. ഇഞ്ചി ഗർഭകാലത്തെ മോർണിംഗ് സിക്നസ് കുറയ്ക്കാൻ സഹായിക്കും. മീൻ കറിയിൽ കുടംപുളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ഗ്യാസ് ട്രബിൾ ഒഴിവാക്കാനും ദഹനം എളുപ്പമാക്കാനും സഹായിക്കും. വറുക്കുന്നതിന് പകരം അല്പം വെളിച്ചെണ്ണ പുരട്ടി ചുട്ട് കഴിക്കുന്നത് രുചിയും പോഷകവും ഒരുപോലെ നിലനിർത്തും. പലരും ചോദിക്കാറുണ്ട് സൂപ്പർ മാർക്കറ്റിലെ പാക്കറ്റ് മീൻ അതായത് ഫ്രോസൺ ഫിഷ് കഴിക്കാമോ എന്ന്. ഫ്രഷ് മീൻ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ ഫ്ലാഷ് ഫ്രോസൺ ചെയ്ത മീൻ കഴിക്കാവുന്നതാണ്. പക്ഷേ പാക്കറ്റിലെ എക്സ്പയറി ഡേറ്റും പ്രിസർവേറ്റീവ്സ് ഉണ്ടോ എന്നും കൃത്യമായിട്ട് പരിശോധിക്കണം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് മറ്റാരും നിങ്ങളോട് പറയാത്ത ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള വലിയൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ഗർഭകാലത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി പ്ലാസൻ്റ വഴി കുഞ്ഞിലെത്തുന്നുണ്ട്. നിങ്ങൾ ഗർഭകാലത്ത് സുരക്ഷിതമായ രീതിയിൽ മീൻ കഴിക്കുമ്പോൾ ആ കുട്ടി ഭാവിയിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യത 80% കൂടുതലാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതകാലം മുഴുവനുള്ള ഭക്ഷണശീലങ്ങൾ കൂടിയാണ്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള ആ 14 ദിവസത്തെ കാത്തിരിപ്പ് മാനസികമായി വളരെ പ്രയാസമേറിയതാണ്. ഈ സമയത്ത് അമിതമായിട്ട് മീൻ കഴിക്കുന്നത് വയറിന് അസ്വസ്ഥത ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. ആഴ്ചയിൽ 2, 3, 4 ദിവസം വളരെ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫ്രണ്ട്സ്, നിങ്ങളൊരു സാധാരണ ഗർഭിണിയല്ല. ഒരുപാട് കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിന് ശേഷം ഈ പുണ്യ നിമിഷം നേടിയെടുത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്ലേറ്റിലെ ഓരോ കഷ്ണം മീനും വെറും ഒരു ഭക്ഷണമല്ല,
അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ നാളത്തെ ബുദ്ധിയും ആരോഗ്യവുമാണ്. നിങ്ങൾ ഒരു മീൻ കഷ്ണം എടുക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ളതാണോ? ഉത്തരം അതെ എന്നാണെങ്കിൽ ധൈര്യമായി കഴിക്കുക. ഭയം വേണ്ട, കരുതൽ മതി. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. കാരണം ഓരോ കുഞ്ഞും ആരോഗ്യത്തോടെ ജനിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ ആവശ്യമാണ്. നല്ലൊരു വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അതുപോലെ നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൽ ചേർന്ന് തങ്ങളുടെ പോസിറ്റീവ് റിസൾട്ട് പങ്കുവെച്ച ഒരു കുടുംബത്തെ നമുക്കൊന്ന് അഭിനന്ദിക്കാം. അവരുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം. ഇൻഫെർട്ടിലിറ്റി ചികിത്സയുടെ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ സംശയവും താഴെ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതേപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ഈ അറിവ് മറ്റൊരാൾക്ക് കൂടി ഉപകാരപ്പെടാൻ ഇപ്പോൾ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഈ വീഡിയോ നിങ്ങൾക്ക് 1% യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് യൂട്യൂബ് അൽഗോരിതത്തിന് ഒരു സിഗ്നലാണ്. സമാനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ പ്രത്യാശയുടെ വീഡിയോ എത്തിക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തൂ. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ആകാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.